നമസ്കാരം. പുത്തൂർ ന്യൂസ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും വളരെ വലിയൊരു വിഷയവുമായാണ് ഇന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പുത്തൂരിലെ പ്രധാനപ്പെട്ട എല്ലാ ബസ് സ്റ്റോപ്പുകളിലും സ്കൂൾ സമയം കഴിയുന്ന ഉടൻ കാണുന്ന ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത്. സ്കൂൾ ട്യൂഷൻ സമയം കഴിഞ്ഞാലും ബസ് കാത്തിരിക്കുന്നു എന്ന പേരിൽ ബസ് സ്റ്റോപ്പുകളിൽ വിദ്യാർത്ഥികൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ പരിധി വിടുന്നു. ഇവരെ പേടിച്ച് മുതിർന്ന ആളുകൾ പോലും ബസ് സ്റ്റോപ്പുകളിൽ നിന്നും മാറിപ്പോകുന്ന അവസ്ഥയാണുള്ളത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പുത്തൂരിൻ്റെ പരിസരത്തെ 2 സ്കൂളുകളിൽ ഏതാണ്ട് ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഏത് സമയവും നിറയെ ആളുകളുള്ള മണ്ഡപം ജംഗ്ഷനിലെ മണ്ഡപത്തിൽ നിന്നാണ് ഇത്തരത്തിൽ കാണിക്കുന്നത്. ഇവരെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അത് സദാചാര പോലീസിംഗ് ആവും, പിന്നെ ചോദിക്കുന്നവർ കേസിൽപ്പെടും എന്നുള്ളതുകൊണ്ട് ഇത് കാണുന്നവർ കണ്ടില്ലെന്ന് അടിച്ചു പോവുകയാണ് പതിവ്. ഓണാഘോഷത്തിൻ്റെ അന്നത്തെ വീഡിയോ ആയതുകൊണ്ടാണ് കളർ ഡ്രസ്സ്, അല്ലെങ്കിൽ സ്കൂൾ യൂണിഫോമിലാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്. ഇതിനെ ആരെങ്കിലും ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിലെ ആരെങ്കിലും ഇത്തരം പ്രവൃത്തികൾ കാണിച്ചാൽ എന്ത് പറയും? സ്കൂൾ സമയം കഴിഞ്ഞ് നിങ്ങളുടെ കുട്ടികൾ കൃത്യമായി ട്യൂഷനും അത് കഴിഞ്ഞ് വീട്ടിലും എത്തുന്നുവെന്ന് രക്ഷകർത്താക്കളാണ് ഉറപ്പുവരുത്തേണ്ടത്. പുറത്തുനിന്നുള്ളവർക്ക് ഇത് കണ്ടുകൊണ്ട് പോകാൻ മാത്രമേ കഴിയൂ. ഇത് ഒരു കാഴ്ച മാത്രമാണ്. ഇത്തരത്തിൽ വൈകുന്നേരങ്ങളിൽ പുത്തൂർ ടൗണിലെ വിവിധ ബസ് സ്റ്റോപ്പുകൾ കൂടി ശ്രദ്ധിച്ചാൽ ഇത്തരത്തിൽ കണ്ടു നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിരവധി മൈനർ കപ്പിൾസിനെ കാണാം. മറ്റുള്ളവർ കാണുന്നുണ്ട് എന്ന ഒരു ബോധം പോലും ഇവർക്കില്ല. ഈ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഇത് കണ്ട് മൂക്കത്ത് വിരൽ വയ്ക്കാൻ മാത്രമേ നമ്മൾക്കാവൂ. പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചാൽ അവർക്കെതിരെ പരാതി കൊടുക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത്. അതിനാൽ തന്നെ അവരും ഇക്കാര്യത്തിൽ ഇടപെടാറില്ല. നിങ്ങളുടെ മക്കളെ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക.